பிரச்சனைக்கு தீர்வு இல்லாமல் பூப்பாறை வியாபாரிகளும் ஆட்டோ ஓட்டுநர்களும் நேருக்கு நேர். ஆட்டோ ஸ்டாண்டை வேறு இடத்திற்கு மாற்ற வேண்டும் என்ற கோரிக்கையுடன் வியாபாரிகள் நீதிமன்றத்தை அணுகியதைத் தொடர்ந்துதான் பிரச்சனை உருவாகியுள்ளது. பூப்பாறை டவுனில் குமிழி மாநில நெடுஞ்சாலையுடன் சேர்ந்து செயல்படக்கூடிய ஆட்டோ ஸ்டாண்டை வேறு இடத்திற்கு கொண்டு செல்ல வேண்டும் என்ற கோரிக்கையுடன் வியாபாரிகள் நீதிமன்றத்தை அணுகியது. வியாபாரி விவசாய ஏகோபன சமிதி பூப்பாறை யூனிட்டின் உதவியுடன் தான் 5க்கும் மேற்பட்ட வியாபாரிகள் நீதிமன்றத்தை அணுகியுள்ளது. இதைத் தொடர்ந்து எதிர்ப்புடன் முன்வந்துள்ளனர் ஆட்டோ தொழிலாளிகள். தற்பொழுதுள்ள ஆட்டோ ஸ்டாண்டை நிலைநிறுத்த வேண்டும் என்றும் எங்களை வாழ அனுமதிக்க வேண்டும் என்றும் தொழிலாளிகள் தெரிவித்துள்ளது. ഞങ്ങളുടെ പ്രശ്നം 30 വർഷമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. ഈ 30 വർഷമായിട്ട് ഇവിടെ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നിട്ട് ആർക്കും ഒരു തടസ്സമില്ലായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷ ഇട്ടുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആളുകൾ പുതിയ ബിൽഡിങ്ങുകൾ പണിത് സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് വണ്ടിയിടാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതുവരെ ഒരു നടപടിയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ വ്യാപാരികളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഹിയറിംഗ് 5-ാം തീയതി നാളെയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിവരം മറ്റൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 1998 காலம் முதல் 26 வருடங்களாக பூப்பாறையில் செயல்பட்டு வரக்கூடிய ஆட்டோ ஸ்டாண்ட் தான் இது. இங்கு 30க்கும் மேற்பட்ட தொழிலாளிகள் தான் தங்களின் வாழ்க்கையை ஆட்டோ மூலமாக முன்கொண்டு செல்வது. 30 வருஷமா ஆட்டோ ஓட்டி தான் என் வாழ்க்கையை ஓட்டிக்கிட்டு இருக்கேன். இப்போ ஒரு சின்ன பிரச்சனையா இங்கே இருக்க வியாபாரி சங்கம் எங்கள் மேலே எடுத்திருக்காங்க. என்ன அப்படின்னா, இத்தனை வருஷம் இல்லாத வண்டிகளை மாற்றி போட்டு இது பண்ண இப்போ மாற்றி போட சொல்கிறாங்க. அதை ஹைகோடதியில் எங்கள் மேலே கேஸ் கொடுத்துருக்காங்க, வண்டியை மாற்றி போட சொல்லி. நாங்கள் இந்த வண்டி தொழிலை வச்சு தான் எங்கள் ஜீவிதமே நடந்து போய்கிட்டு இருக்கு. இங்கே இருக்க வியாபாரி சங்கம் ஒவ்வொருத்தர் கட்டடமும் மெயின் ரோட்டில் இறக்கி வச்சு கட்டி ஸ்லாபை வார்த்தோம், செப்டி குழி இது பண்ணனால தான் இந்த ரோடெல்லாம் இப்போ வண்டியெல்லாம் ரோட்டில் வர ஆயிடுச்சு. இவங்க செய்கிற தப்பை மறைச்சிட்டு எங்கள் மேலே வண்டியை மாற்றி போடுறதுக்கு சொல்லி இவங்க எங்கள் மேலே கேஸ் கொடுத்துருக்காங்க. பூப்பாறை குமிழி மாநில நெடுஞ்சாலை கையேற்றம் செய்த காலத்தில் கட்டிடங்கள் அமைக்கப்பட்டதைத் தொடர்ந்து ஆட்டோ ஸ்டாண்ட்கள் செயல்பட இயலாத நிலையும் வசதிகள் இல்லாத நிலைக்கும் തള്ളപ്പെട്ടதாக തൊഴിലാളികൾ தெரிவிப்பது. നിലവിൽ കേരളം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഓട്ടോ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അല്ലാണ്ട് ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് അകന്ന് പ്രവർത്തിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞങ്ങൾ 10-26 വർഷമായിട്ട് ഈ സ്റ്റാൻഡിൽ കിടന്നാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്, 10-30 ഡ്രൈവർമാർ. അപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ ഈ സ്റ്റാൻഡ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ആരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ കേസുമായിട്ട് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ കാലകാലമായിട്ട് ഞങ്ങളുടെ ഉപജീവന മാർഗമായിട്ട് ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്ക് മാറ്റി സ്ഥാപിക്കാണ്ട് ഞങ്ങൾക്ക് അവിടെ തന്നെ നിലനിർത്തി തരണമെന്നാണ് இதுமாയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. வியாபாரிகள் இந்த நடவடிக்கை சட்ட ரீதியாக சந்திப்போம் என்றும் பல்வேறு பஞ்சாயத்து ஆட்சிக்குழுக்கள் இதுவரை பேச்சுவார்த்தை கூட தயாராகவில்லை என்றும் ஆட்டோ தொழிலாளிகள் தெரிவித்தது. ഈ കൂടി നിൽക്കുന്ന എല്ലാ ഡ്രൈവർമാരും തന്നെ ഏകദേശം ഈ ഓട്ടോ ഓടിച്ച് വേറെ തൊഴിലൊന്നുമില്ല, ഈ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത്. ആദ്യം പഞ്ചായത്ത് കമ്മിറ്റി ട്രാഫിക് കമ്മിറ്റി കൂടുന്നുണ്ട്, സ്റ്റേഷനിൽ നിന്ന് നമ്പർ തന്നിട്ടുണ്ട്, പഞ്ചായത്തിൽ നിന്ന് നമ്പർ തന്നിട്ടുണ്ട്. ഇവരെല്ലാം ഇത് ഇപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ പോലും അവർ ഈ പാർക്കിംഗ് പ്ലേസ് വെച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് തരുന്നതും. ഇത്രയും കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റാൻഡ് ഞങ്ങൾ ഇത്രയും ഒരു ഉപദ്രവം ആർക്കും ചെയ്യുന്നില്ല. എന്നിട്ട് ഈ ചില കടക്കാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരുടെ കടയുടെ ഇത് കൂട്ടാൻ വേണ്ടി റോഡിലേക്ക് ഇറക്കി രാത്രിക്ക് നമ്മൾ വണ്ടി ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയ ശേഷം റോഡിലേക്ക് ഇവർ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാൻഡില്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ അത് നമ്മൾ ചോദിക്കുമ്പോൾ നല്ല വെയിൽ കാലത്ത് പോലും വെള്ളം വരുന്നത് ഏതിലൂടെ ഈ വെള്ളം വരുന്നതെന്നറിയില്ല. കക്കൂസ് മാലിന്യങ്ങളാണെന്ന് പോലും സംശയമുണ്ട്, ദുർനാറ്റമുണ്ട്. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കുന്നത്. இந்த மாதம் 5ஆம் தேதிக்கு பின்புதான் நீதிமன்றம் இதை பரிசீலிக்கும். 11ஆம் தேதி ரெவன்யூத்துறை ஏற்றெடுத்து பூப்பாறையில் கடையறைகளை நீக்கம் செய்ய வேண்டும் என்ற உத்தரவுக்கு பின்னால் தான் புதிய பிரச்சனை உருவாகியுள்ளது. நியூஸ் பீரோ ராஜகுமாரி.